എന്റെ അനന്തരവൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു പോയി. അതിന് എന്ത് ശിക്ഷ വേണമെന്ന് നിങ്ങൾ തന്നെ പറ. വഴിപാട് സ്വർണ്ണമാണല്ലോ മോഷ്ടിച്ചത്. ഇവര് തീരുമാനം പറയട്ടെ. പറടാ, ഈ മാല നീ മോഷ്ടിച്ചതാണോ? തകർത്ത കളത്തിലൂടെ കുടുംബത്തിന്റെ അഭിമാനം. കുടുംബോ? ഏതു കുടുംബം? പെരുവഴി ആധാരമായിട്ട് നടക്കുന്ന നിങ്ങൾക്കൊക്കെ എവിടെയാ കുടുംബവും അഭിമാനവും? അമ്മേ, നീ മിണ്ടരുത്. നിന്നെ ദേ ഇവനും ഇവളും ഇയാളും കൂടെ ചേർന്ന് നാണം കെടുത്തി തല്ലി ഇറക്കി വിട്ടതിന് ദൈവം കൊണ്ടു തന്ന അവസരമായത്, അതും ഈ തിരുനടയിൽ വച്ച്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ദൈവം ഒന്നിനും വെറുതെ വിടില്ലാന്ന്. ഇത് ദൈവം കണക്ക് വീട്ടിയതാ. മതി നിങ്ങൾ പ്രസംഗിച്ചത്. നീ മിണ്ടരുത്. ഗതികേട് വന്നപ്പോ ആങ്ങളെയും പെങ്ങളും കൂടെ ദേ ഇവനെ കക്കാൻ വിട്ടിരിക്കുന്നു. നാണുല്ല മനുഷ്യ നിങ്ങക്ക്. രാധേ, വേണ്ടട്ടോ. വേണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാരണവുമില്ലാതെ ഇവരെല്ലാരും കൂടെ ചേർന്ന് നമ്മളെ ചവിട്ടി തേച്ച് ഇറക്കി വിട്ടതാ. അതിന് 2 വാക്ക് എനിക്ക് ഇവരോട് പറഞ്ഞേ പറ്റൂ. അതിനച്ഛൻ നിരപരാധിയാ. അയ്യോ, അറിയാം. നീ ഉൾപ്പെടെ ചേർന്നായി ഇത് ചെയ്തതെന്ന്. അതൊന്നും ഞങ്ങൾ ആരും മറക്കില്ലടി. അന്ന് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മുറിവേറ്റ. ഇവരൊക്കെ ചെയ്തു കൂട്ടിയതിന് ശിക്ഷയാ ഇവരൊക്കെ തന്നെ അനുഭവിക്കുന്നത്. നശിച്ച് നാണക്കല്ല് പെറുക്കി. ഒടുവിൽ ഒരു മാർഗം ഇല്ലാതെ വന്നപ്പോ കക്കാൻ ഇറങ്ങിയിരിക്ക. അത് കുടുംബം അടച്ച്. അമ്മേ, ഒന്ന് നിർത്തിയേ. സാറിനോട് അങ്ങനെയൊന്നും പറയല്ലേ. ഓ, എനിക്കിവിടെ ആരുടെയും സപ്പോർട്ട് വേണ്ട. ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും നിങ്ങളുടെ മുഖം കാണണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതാ. പക്ഷെ കഷ്ടകാലത്തിന് ദൈവം അതിന് അവസരം ഒരുക്കി. എന്താ ചെയ്യാൻ പറ്റുക? ഇതിനൊക്കെ കാരണക്കാരൻ ദേ ഇവൻ ഒറ്റ ഒരുത്തനാ. നിനക്കൊക്കെ വേണ്ടി ഞാനിനി എന്തെല്ലാം ത്യജിക്കണോടാ. ഈ നശിച്ചവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്റെ അമ്മോ, എന്തൊരു അഭിനയ ഇത്. ഭാരത് അവാർഡ് ദേ ഇങ്ങേരും, ഊർവശി അവാർഡ് ദേ ഇവരും വാങ്ങിക്കും. പ്രിയച്ചി, ഒന്ന് മതിയാക്ക്. കൂട്ടുകാരിയുടെ അച്ഛനെ പറഞ്ഞത് നിനക്കത്ര പിടിച്ചില്ലേ? പിടിച്ചില്ലെങ്കി വേണ്ടടി. നാടോടികളെ പോലെ ഇറങ്ങി നടക്കുകയല്ലേ എല്ലാം കൂടെ. നാട് മുഴുവൻ നടന്ന് മോഷ്ടിക്കാൻ. മതി, നിർത്ത്. ഇവനൊരു തെറ്റ് ചെയ്തതിന് ഞങ്ങളുടെ എല്ലാവരുടെയും നേരെ വരണ്ട. പറ്റിപ്പോയി. ഇവനെ എന്നോടുള്ള ശത്രുതയ്ക്ക് പകരം വീട്ടുക. അതിന് ഇത്തരം ആളുകളുടെ മുമ്പിലൊന്നും തലവനിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ പ്രശ്നം കാരണം എന്റെ ജോലി പോവോ? എന്റെ അനന്തരവൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു പോയി. അതിന് എന്ത് ശിക്ഷ വേണമെന്ന് നിങ്ങൾ തന്നെ പറ.
വഴിപാട് സ്വർണ്ണമാണല്ലോ മോഷ്ടിച്ചത്. ഇവര് തീരുമാനം പറയട്ടെ. ഞാൻ പറയാം. കേന്ദ്രമന്ത്രി കൃഷ്ണരാജ് സാറിന്റെ മകൾ ഐശ്വര്യയും എന്റെ മകൻ രാജുവും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതിനു മുമ്പുള്ള വിശേഷ പൂജയായി ഇവിടെ നടന്നത്. തുലാഭാരത്തട്ടിൽ വച്ചിരുന്ന സ്വർണമാല മോഷ്ടിച്ചു കൊണ്ടുപോയ ഇവനെ പോലീസിലേൽപ്പിക്കണം. പോലീസിനെ വിളിക്കേ. പോലീസ് വന്ന ഇവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയും. എനിക്കിനി ജയിലിലൊന്നും കിടക്കാൻ വയ്യ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. രാധമ്മ മാഡത്തിന്റെ കാല് ഞാൻ പിടിക്കാം. എന്റെ അമ്മയുടെ കാല് വരെ നിങ്ങളെ ഞാൻ തല്ലും. രാധമ്മേ, ദയവായി എന്റെ മോനെ പോലീസിൽ ഏൽപ്പിക്കരുത്. എടി രാധേ, ഇത് അമ്പലനടയാ. ഞാനെന്ന ഭാവം ആര് കാണിച്ചിട്ടുണ്ടോ അവരെല്ലാം അമർച്ച ചെയ്യാൻ ദൈവം പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിച്ചേക്ക്. ശരി, പോലീസിനെ വിളിക്കുന്നില്ല. അമ്പലനടയായതുകൊണ്ടാ നിന്നെ ചെരുപ്പിനടിക്കാതെ കൈ കൊണ്ട് അടിച്ചത്. ഈ അടി ഇവനിട്ട് മാത്രമല്ല, മനസ്സിലായല്ലോ.